ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ പീരിമേട് മണ്ഡലത്തിൽ LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. CPI സംസ്ഥാന കൗൺസിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയതിന് പിന്നാലെ മണ്ഡലത്തിൽ എത്തിയ സ്ഥാനാർത്ഥി K. സലീംകുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ CPI LDF യോഗങ്ങളിൽ പങ്കെടുത്തു വരികയായിരുന്നു. പ്രചരണത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്നു മുതൽ സ്ഥാനാർത്ഥി LDF നേതാക്കൾക്കൊപ്പം പഞ്ചായത്ത് തലങ്ങളിലെത്തി പ്രധാന വ്യക്തികളെ കണ്ട് പിന്തുണ തേടും. 3 ദിവസം കൊണ്ട് 9 പഞ്ചായത്തുകളിൽ പര്യടനം നടത്താനാണ് പരിപാടി. 22-ന് LDF പീരിമേട് നിയോജക മണ്ഡലം കൺവെൻഷൻ കുമളി നടക്കും. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ പാർട്ടി എന്ന നിലയിലുള്ള ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലുള്ള ബൂത്ത് വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ഇതിന് മുന്നോടിയായിട്ട് മണ്ഡലത്തിൽ ബിജുമോൾ 15 വർഷക്കാലം MLA ആയിരുന്ന കാലത്ത് നടത്തിയ വികസനവും പിന്നീട് 4.5 വർഷക്കാലം സഖാവ് വാഴൂർ സോമൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും LDFന്റെ വികസന സന്ദേശ യാത്രയിലൂടെ ജനങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സലീംകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കണക്കിലെടുത്ത് CPI ജില്ലാ സെക്രട്ടറിയുടെ ചുമതല സംസ്ഥാന കൗൺസിൽ അംഗമായ ജോസ് ഫിലിപ്പിന് നൽകി പാർട്ടി സംസ്ഥാന കൗൺസിൽ തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ സെക്രട്ടറിയുടെ ചുമതല ജോസ് ഫിലിപ്പ് ഏറ്റെടുത്തു. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ജോസ് ഫിലിപ്പ് ഉൾപ്പെട്ടിരുന്നു. ഇതിനിടയിൽ പീരിമേട് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല മുൻ MLA ES ബിജിമോൾക്ക് നൽകി പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ്. കൗൺസിൽ യോഗങ്ങൾ ചേർന്നാണ് ബിജിമോളെ ചുമതല ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചത്. പീരിമേട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനം ബുധനാഴ്ചയോടെ ഉണ്ടായേക്കും. പാർട്ടി പരിഗണിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിലെ എണ്ണം 2ലേക്ക് ചുരുങ്ങി. DCC സെക്രട്ടറിയും 2 തവണ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന സിറിയക് തോമസ്, KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് എന്നിവരുടെ പേരുകളാണ് അന്തിമ പട്ടികയിൽ ഉള്ളത്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.